ഹായ് ഗായ്സ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ആയിട്ട് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. കുഞ്ഞുമോനുള്ളതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടാറില്ല. എപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. രാവിലെ തന്നെ തുടങ്ങിയാലേ ഉള്ളൂ പണി വേഗം തീരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റ പാടെ തന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയത്. മാസ്ക് ഇട്ടില്ലെങ്കിൽ എനിക്ക് വേഗം തുമ്മൽ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എല്ലാം തന്നെ ക്ലീൻ ചെയ്യുക. നമ്മൾ കട്ടിലിൻ്റെ താഴെയോ അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം അടിച്ചു വാരി തുടച്ച് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്ക് കുറേ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അലക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ചു. എന്നിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുഞ്ഞുമോനെ നോക്കിയപ്പോൾ കുഞ്ഞുമോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക്. അപ്പോൾ വേഗം ചായ കുടിക്കാനിരുന്നു. ചായക്ക് ഇന്ന് പുട്ടും തക്കാളിക്കറിയായിരുന്നേ. മലർന്നു മലരാത പാതി മലർ പോല വളരും വിഴിവണ്ണമേ വന്ന് വിടിന്തും വിടിയാത കാலை പൊഴുത. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ മക്കൾ അവിടുന്ന് കളിക്കുന്നുണ്ട്. ഇന്നത്തെ പൂക്കളിട്ട ചേച്ചിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അമ്മച്ചാൻ കൊണ്ട് ഓണം ഇല്ല എന്നല്ല, എന്നാലും അതുകൊണ്ട് വലിയ ആഘോഷമായിട്ട് ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഏട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതോ ചിക്കൻ കറിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് കുഞ്ഞുമോൻ എണീച്ചപ്പോഴേക്ക് ഞാൻ അവന് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചു. ഇന്ന് അവൻ ഹംഗ്രിയാണ് കൊടുക്കുക. അപ്പം ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കൊലായിലിരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്. കുറച്ചൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് വാശിയ സ്പൂണ് വേണം. അങ്ങനെ കാക്കനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുടിപ്പിക്കുന്നുണ്ട്. എന്നാലും അവൻ കുറച്ച് കുടിക്കുമ്പോഴേക്ക് ഇങ്ങനെ എന്തൊക്കെയോ കളിയാകാം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഉച്ചയായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഉണ്ട് ഋതുമോൾ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഋതുമോളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കൊലായിരുന്നു. പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പുറത്തെ വീട്ടിലെ റസിയത്താൻ്റെ വീട്ടിൽ ഒരു ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് തന്നത് ഒരു കൊമ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുഴിച്ചിട്ടപ്പോൾ അതവിടെ ഉണ്ടായി. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊലായിലിങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ ആണ് പാപ്പനും പാപ്പി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ കുട്ടികൾക്ക് ഓണത്തിനേക്കുള്ള ഡ്രസ്സും എല്ലാ വർഷവും ഓണത്തിനും വിഷുവിനും മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ അവർ തന്നെയാണ് കേട്ടോ കൊണ്ടുവരിക ആദ്യം തന്നെ. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളതൊക്കെ നോക്കുകയാണ്. അതുപോലെ ഡ്രസ്സാണത് 2 പീസ്. പിന്നെ ഈ പാപ്പിയാണ് കേട്ടോ നമ്മുടെ അന്ന് പോയ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, നാളെ ഷോപ്പിൽ പോകാണ്ട് വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ കുഞ്ഞുമോനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അമ്മ അങ്ങോട്ട് എടുത്തപ്പോൾ അവൻ്റെ മുഖമൊക്കെ മാറിയാണ്. എന്നിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് അവരെ ഞങ്ങൾ പറഞ്ഞയച്ചു. അത് അപ്പോഴേക്ക് വിളക്ക് കൊളുത്താൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വിളക്ക് കൊളുത്തി പിന്നെ കുഞ്ഞുമോനെയും കൊണ്ട് കൊലായിലിരുന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. കുഞ്ഞുമോനാണെങ്കിൽ തമ്പായിന്ന് പറയുമ്പോഴേക്ക് കൈ കൂപ്പിയും കണ്ട് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ ഓരോന്നും എത്ര പെട്ടെന്നല്ലേ പഠിക്കുന്നത്. ചില സമയത്ത് അവൻ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. അവന് ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും.
അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കൊലയിൽ തമ്പായിനൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ കുഞ്ഞുമോനെ നിരത്തിയിരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വേഗം വിളക്കിൻ്റെ അടുത്തേക്ക് പോയി കൈ തൊടും. അതവൻ എപ്പോഴും ഉള്ളതാണ്. അങ്ങനെ കൈ പൊള്ളുകയും ചെയ്യും. പിന്നെ മുന്നൊരു തവണ അവൻ അങ്ങനെ പോയപ്പോൾ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ അടുത്തേക്ക് വിടാൻ പേടിയാണ് എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ ക്ലീൻ ചെയ്തിട്ട് പോയതാണ്. പിന്നെ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നോക്കുകയാണ്. കുഞ്ഞുമോനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓരോ ദിവസം എത്ര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ്. കുഞ്ഞുമോനുള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയില്ല. എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ തന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.